യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. ഈ വീഡിയോ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ആദ്യം നമ്മൾ അറിയേണ്ടത് ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, ദൈവം മനുഷ്യരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനങ്ങളാണ്. അതിനാൽ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ബൈബിളിന്റെ പ്രമേയം രക്ഷയാണ് എന്നു പറഞ്ഞാൽ ബൈബിളിനെ മുഴുവൻ കോർത്തിണക്കുന്ന ഒരു ചരട് രക്ഷയാണ്. എന്തിൽ നിന്നുള്ള രക്ഷ? നിത്യജീവന് വേണ്ടിയുള്ള രക്ഷ. അതായത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ ക്ഷമ സ്വീകരിച്ച് മഹത്വവും അക്ഷയത്വവും നിത്യതയും പ്രാപിക്കാനുള്ള അമൂല്യമായ വെളിപാടുകളാണ് ബൈബിളിന്റെ പ്രമേയം. ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത 2200-ലധികം ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏതാണ്ട് 1500 വർഷങ്ങൾ കൊണ്ടാണ്. ദ ബുക്ക് എന്നാണ് ബൈബിളിന്റെ അർത്ഥമെങ്കിലും യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറയുന്നത് 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. ബൈബിളിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമം. ഇതിൽ ലോകസൃഷ്ടി മുതൽ അബ്രഹാം, മോശ, ദാവീദ്, പ്രവാചകന്മാർ എന്നിവരുടെ ജീവിതം കൂടാതെ ദൈവം മനുഷ്യരോട് ചെയ്ത നിയമങ്ങളും വാഗ്ദാനങ്ങളും കാണാൻ കഴിയും. അതുപോലെ തന്നെ രക്ഷകനായ യേശുവിന്റെ വരവിന് എങ്ങനെയാണ് വഴിയൊരുക്കിയതെന്നും പഴയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി പുതിയ നിയമം. യേശുവിന്റെ ജീവിതം, ഉപദേശങ്ങൾ, മരണം, പുനരുത്ഥാനം ഇവയിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനം ക്രിസ്തുവിലൂടെ എങ്ങനെ നിറവേറപ്പെട്ടുവെന്ന് കാണാൻ സാധിക്കും. കൂടാതെ യേശുവിന്റെ സന്ദേശം അപ്പോസ്തലന്മാർ ലോകമെങ്ങും പ്രചരിപ്പിച്ചതും പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നത് 2000 വർഷത്തെ ഇസ്രയേൽ എന്ന ജനതയുടെ ചരിത്രമാണ്. ഉൽപ്പത്തി 1 മുതൽ 11 വരെ ഇസ്രയേലിന്റെ ചരിത്രം ആരംഭിക്കുന്നതിനു മുമ്പുള്ള ചരിത്രമാണ്. അത് ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നത് 100 വർഷത്തെ ചരിത്രമാണ്. അങ്ങനെ ബൈബിൾ കവർ ചെയ്യുന്നത് ഏതാണ്ട് 2100 വർഷത്തെ ചരിത്രമാണ്. ബൈബിൾ എഴുതപ്പെട്ടത് 3 ഭാഷകളിലാണ്: ഹീബ്രു, അരമായിക്, ഗ്രീക്ക്. അതിൽ പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. ഈജിപ്ത് ഭരിച്ചിരുന്ന ടോളമികളുടെ കാലത്ത് ഹെബ്രായ ഭാഷയിലുണ്ടായിരുന്ന പഴയ നിയമത്തെ, തോറയെ, ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തതിന്റെ പേരാണ് സെപ്തുജിന്ത് വിവർത്തനം. ഏകദേശം 72 ബൈബിൾ പണ്ഡിതന്മാർ ചേർന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആദിമസഭ തങ്ങളുടെ ബൈബിളായി ഉപയോഗിച്ചിരുന്നത് സെപ്തുജിന്താണ്. ആ സെപ്തുജിന്തിൽ പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളാണ് ഉള്ളത്. എന്നാൽ പാലസ്തീനയിലെ യഹൂദർ ഉപയോഗിച്ചിരുന്ന കാനാനിൽ 39 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സെപ്തുജിന്താണ് കത്തോലിക്ക സഭ ഔദ്യോഗികമായി കാനനായി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരെ ഉപയോഗിച്ച് തന്റെ വചനങ്ങൾ എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് അതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ. ഈ ഗ്രന്ഥകാരന്മാരിൽ രാജാക്കന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, കർഷകരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, മുക്കുവന്മാരുണ്ട്, ചുങ്കക്കാരുണ്ട്, കവികളുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളായ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലിരുന്ന് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ എഴുതിയ പുസ്തകങ്ങളെല്ലാം കൂടി ശേഖരിച്ച് ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ സഭ ഒരുമിച്ച് ചേർത്തപ്പോൾ ഒരൊറ്റ പുസ്തകമായ ബൈബിളായി. ഈ വചനത്തിൽ വ്യത്യസ്തങ്ങളായ സാഹിത്യ രീതികളുണ്ട്. അതായത് കവിത, ചരിത്ര വ്യാഖ്യാനങ്ങൾ, സംഗീതം, പ്രണയം, പ്രബോധന രേഖകൾ, വ്യക്തിപരമായ കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, ജീവചരിത്രമുണ്ട്, ആത്മകഥയുണ്ട്, നിയമമുണ്ട്, പ്രവചനമുണ്ട്, ഉപമയുണ്ട്, ഉൽപ്രേക്ഷയുണ്ട്. അതായത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളും ബൈബിളിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ബൈബിൾ ഒരാൾ വായിച്ചു തീരുമ്പോൾ അയാൾ എത്തിച്ചേരുന്നത് ഒരു പിടി ആശയങ്ങളിലേക്കല്ല, ഒരാളിലേക്കാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നു പറഞ്ഞാൽ ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് നയിക്കുന്ന രചനകളാണ് ബൈബിളിലെ 73 പുസ്തകങ്ങളും. അതിനാൽ ഈ 73 പുസ്തകങ്ങളിലും യേശുവിനെ കണ്ടെത്താൻ കഴിയും. അതായത് യേശു എന്ന ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ പിറവികൊള്ളുന്നതിന് 1500 വർഷം മുമ്പ് മുതൽ അവന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടതിന്റെ രചനകളാണ്. അതിന്റെ ആകെ തുകയാണ് ബൈബിൾ മുഴുവനും. ഇനി ഉൽപ്പത്തി മുതൽ മലാക്കി വരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ആദ്യ പുസ്തകം എന്നതിനപ്പുറത്ത് അതിനെ വിളിക്കുന്നത് ഫൗണ്ടേഷൻ ബുക്ക് എന്നാണ്.
അതായത് മുഴുവൻ രക്ഷാകര പദ്ധതിയുടെയും അടിത്തറ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നത് ആദം മുതൽ ജോസഫ് വരെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. 1-ാമത്തെ അധ്യായത്തിൽ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ മേൽ ദൈവം ജീവശ്വാസം നൽകി, ആത്മാവ് നൽകി. എന്നാൽ ദൈവം സ്വന്തമാക്കിയ മനുഷ്യൻ ദൈവത്തെക്കാൾ കൂടുതൽ പിശാചിനെ വിശ്വസിക്കുകയും പിശാച് പറഞ്ഞു കേട്ട വാക്കുകൾ അനുസരിച്ച് പാപം ചെയ്യുകയും ചെയ്തു. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതിയെക്കാളും പിശാചിന്റെ പദ്ധതിയെ വിശ്വസിക്കുകയും മനുഷ്യനോട് ദൈവത്തെ പോലെ ആകാമെന്ന് പിശാചു വാഗ്ദാനം ചെയ്തപ്പോൾ അതിനെ സ്വീകരിക്കുകയും ചെയ്ത് അനുസരണക്കേട് കാണിച്ചതാണ് പാപം. പിന്നീട് ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാത്തതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ നൽകി ഈ പാപത്തിന് പരിഹാരം ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദം, മക്കൾ കായേനും ആബേലും. ആബേൽ കൊല്ലപ്പെട്ടു, കായേൻ പലായനം ചെയ്തു. പിന്നീട് ആദത്തിന്റെ സന്തതി പരമ്പര ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനതയായിട്ട് മുന്നോട്ടു പോകുന്നത് ആദത്തിന്റെ മറ്റൊരു മകനായ സേത്തിന്റെ പരമ്പരയിലൂടെയാണ്. തുടർന്ന് സേത്തിന്റെ പരമ്പരയിൽ നിന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നോഹ. ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ പ്രളയം വഴി ലോകത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ നല്ലവനായ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെ നോഹ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ പെട്ടകമുണ്ടാക്കി. അതിനുശേഷം നോഹയും കുടുംബവും ഓരോ ജോഡി പക്ഷി മൃഗാദികളും പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു. പിന്നീട് പ്രളയം തുടങ്ങി. 40 രാവും പകലും മഴ പെയ്യിച്ച് പെട്ടകത്തിന് പുറത്തുണ്ടായിരുന്നതെല്ലാം ദൈവം നശിപ്പിച്ചു. ആ നോഹയുടെ 3 മക്കളാണ് ഷേം, ഹാം, യാഫത്ത്. പിന്നീട് നമ്മൾ ബാബേൽ ഗോപുരം കാണും. അതുവഴി ജനതകളായിട്ട് എങ്ങനെ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാകും. നോഹയുടെ 3 മക്കളിൽ ഷേമിന്റെ പരമ്പരയാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി മാറുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ബാബിലോണിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് ദൈവം അബ്രഹാത്തെ വിളിക്കുന്നു. അങ്ങനെ അബ്രഹാത്തെ വിളിച്ച് നിന്നെ ഒരു ജനതയാക്കി മാറ്റാം, കാനാൻ ദേശം അവകാശമായി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത്. ദൈവം വിളിക്കുന്ന സമയത്ത് അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. പിന്നീട് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് എന്ന മകൻ ജനിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. അബ്രഹാം അതിന് തയ്യാറായി. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അബ്രഹാത്തെ ദൈവം വിളിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അബ്രഹാം കാനാൻ ദേശത്ത് മരണം വരെ ഒരു പരദേശിയായിട്ടാണ് ജീവിച്ചത്. കൂടാരങ്ങളിലാണ് ജീവിച്ചത്. അബ്രഹാത്തിന് ആ ദേശം സ്വന്തമായില്ല. പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ കാത്തിരുന്നു. അബ്രഹാം മരണപ്പെട്ടു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. യാക്കോബിന് 12 മക്കളാണ്. അതിലെ ഒരാളാണ് ജോസഫ്. ജോസഫിന്റെ ചരിത്രം വരെയാണ് ഉൽപ്പത്തി. ജോസഫിനെ അടിമയായി ഈജിപ്തുകാർക്ക് സഹോദരങ്ങൾ വിറ്റതായിരുന്നു. പിന്നീട് ജോസഫ് അവിടുത്തെ ഭരണാധികാരിയായി. ക്ഷാമമായപ്പോൾ യാക്കോബിന്റെ 12 മക്കളിൽ ബാക്കി 11 പേരെയും ജോസഫ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അവർ അവിടെ താമസിച്ചു. ജോസഫിന്റെ മരണത്തിന് ശേഷം ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ അധികാരത്തിൽ വരികയും അങ്ങനെ അവർ 4 നൂറ്റാണ്ട് ഏതാണ്ട് 400 വർഷം അടിമകളായി ജീവിക്കുകയും ചെയ്തു. പുറപ്പാട് മുതൽ നമ്മൾ കാണുന്നത് അങ്ങനെ 12 ഗോത്രങ്ങൾ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. മോശയും അദ്ദേഹത്തിന്റെ സഹോദരനായ അഹ്റോനും നേതൃത്വം കൊടുത്ത് അവർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്ത് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്ന ചരിത്രമാണ് പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ഗ്രന്ഥങ്ങളെ ഒരുമിച്ച് വിളിക്കുന്നത് പഞ്ചഗ്രന്ഥി എന്നാണ്. ഇത് മോശ എഴുതി എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം. ഇത്രയും ഒരു യൂണിറ്റാണ്. എന്താണ് അവിടെ പറയുന്നത്? മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം അവർ പരിപൂർണമായി കൈവശപ്പെടുത്തുന്നു. അതാണ് 1-ാമത്തെ കാര്യം. പിന്നീട് അവരെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ദൈവം ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു കഥയാണ് റൂത്തിന്റെ കഥ. പിന്നീട് നോർത്തും സൗത്തുമായി 2 രാജ്യമായി മാറുന്നത്, നോർത്ത് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്, അങ്ങനെ 2 രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് പോകുന്നത്.
അടുത്ത വീഡിയോയിലൂടെ പഴയ നിയമം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.